എന്ന് പറയുമ്പോൾ ഞാൻ കാര്യം പറഞ്ഞു. ഞങ്ങളുടെ ഒരു സിസ്റ്ററുണ്ട്, ശ്രീലത സിസ്റ്ററോട് പറയും ഇന്ന് കാര്യമായിട്ടൊന്നും ഇല്ല, പക്ഷേ വീഡിയോ 10-15 മിനിറ്റ് കാണും. 10-15 മിനിറ്റ് അല്ല, 10-20 മിനിറ്റ് കാര്യമായിട്ടൊന്നും ഇല്ലെന്ന് പറയും. പക്ഷെ വ്ലോഗ് അത് നീണ്ടു പോകുന്നു. അതെന്നെ എപ്പോഴും കളിയാക്കുന്നുണ്ട് എല്ലാവരും. ശ്രീലത സിസ്റ്റർ എന്ന് പറയുന്നത് അല്ല, ശ്രീലത സിസ്റ്റർ എന്ന് പറയുന്നത് 100 എടുത്തുകൊണ്ട് കേൾക്കുന്നു കേട്ടോ. നമ്മളിപ്പം കേർഡ് റൈസ് തൈര് സാധനം ഉണ്ടാക്കുമ്പോൾ തൈര് സാധനം ഉണ്ടാക്കാൻ ഇതെന്നെ മാണ്ടാവോ വാങ്ങി. അപ്പോൾ ഈ തൈര് സാധനത്തിന് നമ്മളിങ്ങനെ മുകളിലൊരു എന്താ സാധനം തളിക്കും, തളിച്ചൊഴിക്കും. നമ്മൾ കടുക് പൊട്ടിക്കാന്ന് പറയത്തില്ല, അത് തന്നെ. അതിന് ആദ്യം എണ്ണ ഒഴിക്കുക, എന്നിട്ട് അതിലേക്ക് കടുക്, കായംപൊടി, വറ്റൽമുളക്, കറി ലീഫ്, കറിവേപ്പില, പിന്നെ അത്രയല്ലേ ഉള്ളൂ, അത്രേ ഉള്ളൂ. എന്നിട്ട് പിന്നെ കുറച്ച് ജീരകം ഇത്രയും ഇട്ടിട്ട് തളിച്ചിട്ട് തൈര് സാധനം മുകളിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഇതൊക്കെ ഇടാൻ പോകുന്നേ ഉള്ളൂ. ഞാൻ മുമ്പ് പറഞ്ഞു കഴിഞ്ഞല്ല. നമ്മുടെ വീടിൻ്റെ അടുത്തൊരു ക്ലിനിക്കാണ് കേട്ടോ. ബിജുവിൻ്റെ കാലൊന്നും മുറിഞ്ഞു. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ പറമ്പിൽ ഇന്ന് പണിക്കാരുണ്ടായിരുന്നു. പണിക്കാർ ഒപ്പം വാഴ വെട്ടാൻ തുടങ്ങിയ, പക്ഷെ വാഴ വെട്ടിയപ്പോൾ ഇത് കാലയിലോട്ടായിപ്പോയി. ഞങ്ങൾ സാധനം മേടിക്കാൻ പോയിരുന്നു കോട്ടയത്ത്. വേറെ കുറച്ച് ആവശ്യം ഉണ്ടായിരുന്നു, പക്ഷെ ഇന്ന് കാല് വയ്യാഞ്ഞുകൊണ്ട് അധികം ഒന്നും നടക്കാൻ പറ്റിയില്ല.
അതുകൊണ്ട് ഞങ്ങൾ പച്ചക്കറിയും കുറച്ച് പലചരക്ക് സാധനം മാത്രം മേടിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇവർക്ക് തൈര് സാധം മാത്രം പോരാ, നൂഡിൽസ് ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ഈ ഭവ്യ തന്നെ നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കി സൈഡിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം പകുതി നൂഡിൽസും പകുതി തൈര് സാധവും. ഭവ്യയും അച്ചുവും നൂഡിൽസ് ആണ് കഴിക്കുന്നത്. അധികം കഴിക്കുന്ന സാധനമല്ലോ കേട്ടോ, അങ്ങനെ കഴിക്കാറില്ല. ഇപ്പം ഷുഗർ ഞങ്ങൾ കഴിക്കാറേ ഇല്ല. കഴിച്ചിട്ടില്ല, 2-3 ആഴ്ചയായിട്ട് നമ്മളിപ്പം ഷുഗറൊന്നും കഴിക്കുന്നില്ല. ഇടയ്ക്ക് ഒരു ദിവസം ഇതിന് ശ്രീനാരായണ ദേവിക്ക് അമ്പലത്തിൽ പോകുന്ന പായസം കഴിച്ചു. ഞാനൊന്നും കഴിച്ചില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അച്ചു കഴിക്കുന്നത്, ഞങ്ങളത് കഴിക്കാറില്ല. ഹായ്, ഞാൻ തൈര് സാധം കഴിക്കും കേട്ടോ. സൂപ്പറാണ്. ശരിക്കും പറഞ്ഞാൽ വ്ളോഗ് ഒന്നും ഇടാനില്ല. എന്തെടുത്തിട്ട് വ്ളോഗ് ഇടുമെന്ന് എനിക്കറിയത്ത് ഭയങ്കര മടുപ്പാണ്. ഉടുപ്പില്ലാത്ത 2 പേര് അപ്പുറത്ത് വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വിജുവിനും രോഗിയായില്ലോ, നമ്മൾ കട്ടിലെ കൊണ്ട് ഫുഡ് കൊടുത്തു. അവിടെ നിന്ന് കഴിക്കും. നാളെ അവധിയില്ല, അതും ശ്രീകൃഷ്ണനില്ല. മറ്റന്നാൾ കൂടെ ഉണ്ട് അച്ചുമോൻ എക്സാം. അവരുടെ എക്സാം തരുന്നുണ്ടല്ല. അത് കഴിഞ്ഞിട്ട് വേണം ഓണത്തിൻ്റെ പർച്ചേസിങ് ഒക്കെ നടത്താൻ. അതെ, എടുക്കത്തില്ല ഇവരാരും പുറത്തിറങ്ങിയിട്ട് പിന്നെ ക്യാമറ എടുക്കത്തില്ല. തള്ളയായ എനിക്കൊരു നാണവുമില്ല മാനമില്ല. എന്തിനാ ഞാനും ഒരു ദിവസം ഹിറ്റാവും. ഞങ്ങൾ കഴിക്കട്ടെ. ഇത് തൈര് സാധം നമ്മൾ തലേദിവസം രാത്രിയിലാണ് കഴിച്ചത്. ഇത് പിറ്റേ ദിവസം രാവിലത്തെ വ്ളോഗാണ്. ഇതിനകത്ത് രാവിലെ പൂരിയും നമ്മുടെ ഗ്രീൻ പീസ് കറിയും പിന്നെ ഞാൻ ചിക്കൻ ബിരിയാണിയൊക്കെയായിരുന്നു രാവിലെ വെച്ചത്. എനിക്കും രാവിലെ ഡ്യൂട്ടിക്ക് പോകണം. അപ്പോൾ എനിക്ക് ബിരിയാണി വെക്കാൻ എളുപ്പമായതുകൊണ്ട് ഞാൻ രാവിലെ എളുപ്പ വഴിക്ക് ഞാൻ ബിരിയാണിയാണ് രാവിലെ സെറ്റാക്കുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ നേരെ ഡ്യൂട്ടിക്ക് പോയേ. ഇത് ഞങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന വഴി കോട്ടയത്ത് പാമ്പാടി എന്ന സ്ഥലത്ത് വെള്ളൂർ കേട്ടോ, വെള്ളൂർ കറക്റ്റ് പ്രോപ്പർ പ്ലേസ് കദളി കഫേ ഉണ്ട്. ആ കഫേ കയറി ഞാൻ സാറും കൂടെ ഒരു ചായയും കുടിച്ചു, നല്ല പഴംപൊരിയൊക്കെ കഴിച്ചു. ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, എല്ലാവരും അതൊന്ന് കയറി കാണണേ. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ പല കടകളിൽ നിന്ന് കഴിക്കുന്നതിനേക്കാളും ഭയങ്കര ടേസ്റ്റ്, കാരണം അവരുടെ വെളിച്ചെണ്ണയ്ക്ക് നല്ല ടേസ്റ്റാണ്. എന്ന് വെച്ചാൽ എണ്ണ റിപ്പീറ്റ് ചെയ്ത് അവർ ഒഴിക്കാറില്ല കേട്ടോ. അങ്ങനെ അവിടുന്ന് കാപ്പിയൊക്കെ കുടിച്ച് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ഇറങ്ങിയതിന് ശേഷം ഒരു റീൽസ് എടുക്കണമല്ലോ, അത് നിർബന്ധമാണ്. അങ്ങനെ ഞങ്ങൾ റീൽസും ഒക്കെ എടുത്ത് സെറ്റാക്കി പോന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.